എല്ലാവരുടെ സന്തോഷവുമാണ് നമ്മുടെ സന്തോഷം എന്ന ഒരു തത്വം, ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഉണർത്തിയാണ്. ഒരിക്കൽ ഒരു ടീച്ചർ കുറെ ബലൂണുകൾ വീർപ്പിച്ചു. ഇപ്പൊ ഇവിടെ കുറെ ബലൂണുകൾ വീർപ്പിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ ബലൂണുകൾ വീർപ്പിച്ചിട്ട് വന്ന നൂറുകണക്കിന് കുട്ടികളുണ്ട്. ഇത്രയും കുറഞ്ഞ കുട്ടികളല്ല, അതിലധികം കുട്ടികളുണ്ട്. അത്രമാത്രം കുട്ടികളുള്ള ഒരു സദസ്സിലേക്ക് ആ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഓരോ ബലൂൺ കൊടുത്തിട്ട് ആ ബലൂണിന്റെ പുറത്ത് അവരവരുടെ പേരുകൾ എഴുതാൻ പറഞ്ഞു. സ്വന്തം പേര്, വേറെ ആരുടെയും പേര് സ്വന്തം പേര് മാത്രം എഴുതാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ബലൂണുകൾ കൂട്ടത്തോടെ പറപ്പിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പോയി നിങ്ങളുടെ പേരെഴുതിയ ബലൂണുകൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി അവന്റെ പേരെഴുതിയ ബലൂൺ എടുക്കാനായിരിക്കും അവൻ ഓടുക. അങ്ങനെ എല്ലാവരും ഓടി നടന്നിട്ട് ആരുടെ കയ്യിലും അവരുടെ പേരെഴുതിയ ബലൂൺ കിട്ടുന്നില്ല. കാരണം ബലൂൺ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമല്ലോ. തന്നെയല്ല, അന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവന്റെ മറ്റിടത്തേക്ക് പോകും. ഈ ഒരു അവസ്ഥ കണ്ട് ഇവരുടെ ഈ ഒരു വെപ്രാളവും വേവലാതി, എന്റെ പേര് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടവും വെറുപ്പും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ടീച്ചർ അതിന്റെ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരെഴുതിയത് കിട്ടിയില്ല അല്ലേ എന്ന് ചോദിച്ചില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു പണി പറഞ്ഞുതരാം, അത് നിങ്ങൾ എഴുതാൻ മതി. അതെന്താ? ഓരോരുത്തരും ഓരോ ബലൂൺ എടുക്കുക, പേരെഴുതിയത്. എന്നിട്ട് ആ പേരുകാരൻ ആരാണോ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടികൾ എന്ത് ചെയ്തു? അവരവരുടെ പേരെഴുതിയ ബലൂൺ അന്വേഷിച്ച് നടന്നവർ മറ്റുള്ളവന്റെ പേരെഴുതിയ ബലൂൺ എടുത്തിട്ട് ഇത് ആരുടെ ആണെന്ന് കാണിച്ചു, ഇത് എന്റെ ആണെന്ന് പറഞ്ഞ് അവരും കൊടുത്തു. അടുത്തതെടുത്തു, ഇത് ആരുടെയാണ്. അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരവരുടെ പേരെഴുതിയ ബലൂണുകൾ അവരവരുടെ കയ്യിൽ കിട്ടി. അപ്പം ഈ ടീച്ചർ ആ കുട്ടികളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് എനിക്ക് എൻ്റെ അവസാനമായി മക്കളോടും പറയാനുള്ളത്. ഞാൻ അതാണ് സന്തോഷത്തെ കുറിച്ചും ഹാപ്പിനെസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം? എനിക്ക് എൻ്റെ ബലൂൺ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ, എൻ്റെ പേരെഴുതിയ ബലൂൺ എത്രമാത്രം എനിക്ക് പ്രിയപ്പെട്ടതാണോ, അതുപോലെ പ്രിയപ്പെട്ടതാണ് മറ്റൊരുത്തന്റെ പേരെഴുതിയ അവന്റെ ബലൂണും. അപ്പൊ ഇത് ഓരോരുത്തരും അങ്ങോട്ട് കൈകാര്യം ചെയ്തപ്പോൾ എന്താണ്? കൂട്ടത്തോടെ എല്ലാവരും സന്തോഷത്തിലേക്ക് എത്തി. ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സുകൾ പാകപ്പെടുത്തണം.